ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കുട്ടികളുടെ പാവാടയ്ക്കായാലും നമ്മുടെ ബ്ലൗസിനായാലും കുർത്തീസിന് എവിടെയായാലും സ്ലീവ്സിലൊക്കെ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് ഇതിൽ സൂചി നൂലും ഒന്നും ചെയ്യാണ്ട ബീഡ്സ് ഒന്നും വർക്ക് ചെയ്യാണ്ട് ജസ്റ്റ് നമ്മുടെ ഗം ഉപയോഗിച്ച് മാത്രം നമ്മുടെ ഇതുപോലുള്ള ഫെവിക്കോളിൻ്റെ ഗമ്മുണ്ടല്ലോ അത് ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ്. ഇതിനുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ബീഡ്സ് ഇത് 10 രൂപയ്ക്കാണ് ഈ പാക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് റൗണ്ടിലുള്ളതും എടുത്തിട്ടുണ്ട്, പിന്നെ ഇതുപോലുള്ള ഷേപ്പിലുള്ളതും എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഷേപ്പിലുള്ളത് അത് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മിറേഴ്സും അതിനുള്ള റിങ്സും ഇതെല്ലാം റെഡിമെയ്ഡ് തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ റിങ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ ജസ്റ്റ് അങ്ങ് ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ തന്നെ നല്ലൊരു ഡിസൈൻ കിട്ടും. ഇതുപോലുള്ള മിറേഴ്സും റിങ്സും അതുകൊണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ഡിസൈൻ ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം, അതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് ഗ്ലൂ ഒട്ടിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച്ഡ് ആണെങ്കിൽ ആ നെക്കിന് താഴെയായിട്ട് നമുക്ക് 3 മിറർ ഇതുപോലുള്ള മിറർ നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് മിഡിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഡ്രസ്സിന് മിഡിലായിട്ട്, ഈ നെക്കിന് മിഡിലായിട്ടാണ് ചെയ്യുന്നത്. ഒട്ടിച്ചു കൊടുക്കാം. ഇത് അപ്പോൾ മിറർ റിങ് വെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. അതുപോലെ തന്നെ ഇതുപോലുള്ള റിങ്സ് വാങ്ങാൻ കിട്ടുന്ന അതും നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിക്കാം. ഒട്ടിച്ചിട്ട് ഇത് പിന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അതില്ലെങ്കിലും കുഴപ്പമില്ല, അത് കുറേ കൂടി നന്നായിട്ട് ഗ്ലൂ ഒട്ടിക്കുമ്പോൾ അതങ്ങനെ ഇരുന്നോളും. റിങ് വാങ്ങുമ്പോൾ കറക്റ്റ് മിറർ സൈസ് അത് അവരോട് തന്നെ ചോദിച്ചാൽ കറക്റ്റായിട്ട് എടുത്തു തരും. ഓരോ മിററിനും അതിനനുസരിച്ച് മിറർ സൈസ് അതിനനുസരിച്ചാണ് റിങ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവർ ചോദിച്ചാൽ എടുത്തു തരും. പിന്നെ നമുക്കിതിൻ്റെ ചുറ്റും വേണമെങ്കിൽ സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലുള്ള ചെറിയ ബീഡ്സും വെച്ച് കൊടുക്കാം. അത് ഒരറ്റത്തുനിന്ന് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഫാബ്രിക് ഗ്ലൂ കുറച്ചിങ്ങനെ ഇതുപോലെ ഇതിലെല്ലാം ഒഴിച്ച് വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും എളുപ്പം. ഇതുപോലെ പെൻസിൽ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ചെറുതായിട്ടൊരു ഡോട്ട് കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കൂടിപ്പോവും. എന്നിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഉണങ്ങുമ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കാര്യം ഇതിപ്പോൾ ഇങ്ങനെ പറ്റിയിരിക്കുന്നില്ലേ, അതുകൊണ്ട് അത് ഉണങ്ങി കഴിയുമ്പോഴായിരിക്കും നന്നായിട്ട് വരും. റൗണ്ട് സ്റ്റോണിനും ഇടയ്ക്ക് താഴെയായിട്ട് നമ്മൾ ഇതുപോലെ ഡ്രോപ്സും കൂടെ കൊടുക്കും. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് വരും. ഈ ഡ്രോപ്സ് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നല്ല എടുപ്പായിരിക്കും കാണാനായിട്ട് ഡ്രസ്സിനായിട്ട്. അപ്പോൾ ഓരോന്നിനും ഇടയ്ക്കായിട്ട് ഇങ്ങനെ കൊടുത്ത് ഫുൾ ഈ സ്റ്റിച്ച് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഗ്ലൂ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുമോയെന്നറിയില്ല. നമുക്ക് ഈ ഫുൾ നെക്കും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് ഫിനിഷ് ചെയ്ത ബ്ലൗസാണിത്. കണ്ടോ, ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് നമ്മളധികം ഒരു സ്ട്രെയിനും ഇല്ല, നമുക്ക് സ്റ്റിച്ചിങ് ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഒട്ടിച്ച് കൊടുത്തേക്കുന്നേ ഉള്ളൂ. അതങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോവില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒട്ടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇത് വളരെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് ഇത് ചെയ്താൽ നന്നായിട്ട് നമുക്കൊരു പ്ലെയിൻ ബ്ലൗസിനെ തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പാവാടയൊക്കെ നമ്മൾ പട്ടുപാവാട കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതിൽ ഡിസൈൻസ് ഒന്നും വലുതായിട്ട് കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ പാക്കറ്റ് വാങ്ങി ചെയ്യുമ്പോൾ കുറച്ചതിനൊരു ഡിസൈനർ ലുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.